കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM-ന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കം. പയ്യന്നൂരിൽ വീണ്ടും പുകയില ഉൽപ്പന്നവേട്ട. റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ 5 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സഞ്ചാരികളെ കാത്ത് വണ്ണാത്തിക്കടവ്. 75 ലക്ഷം രൂപയുടെ ആദ്യഘട്ട നിർമ്മാണ പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി. തയ്യേനി അത്തിയടുക്കും പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കൃഷിയെ രക്ഷപ്പെടുത്താൻ ഉറക്കമിളിച്ച് കാത്തിരിക്കേണ്ട ഗതികേടിൽ കർഷകർ. പയ്യന്നൂരിൽ മണൽക്കടത്ത് വ്യാപകമാകുന്നു. നടപടി കടുപ്പിച്ച് വില്ലേജ് അധികൃതർ. അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 2 ടിപ്പറുകൾ സംഘം പിടികൂടി. കേരള വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ മാടായി പഞ്ചായത്തിൽ സ്ത്രീ ശാക്തീകരണ സെമിനാർ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. ജാഥയുടെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, ജാഥ ലീഡർ MV ബാലകൃഷ്ണന് പതാക കൈമാറി നിർവഹിച്ചു. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും സംഘപരിവാർ ശക്തികൾ നടത്തുന്ന അക്രമങ്ങൾക്കുമെതിരെ CPM കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെക്കൻ മേഖലാ ജാഥ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ മാറിയപ്പോൾ സ്ഥിതിഗതികളിൽ വന്ന മാറ്റങ്ങൾ എന്താ? ആ മാറ്റം കേവലം പ്രധാനമന്ത്രി പദവിയിലെ മാറ്റത്തിൽ മാത്രമായിട്ട് നിന്നോ? എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോയില്ല. നരേന്ദ്രമോദി പറഞ്ഞത് മക്കളെ നല്ല ദിവസങ്ങൾ വരിക എന്നാണ്. നല്ല ദിവസങ്ങൾ വരിക എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ എങ്ങനെയാ നല്ല ദിവസങ്ങളുടെ പ്രത്യേകത? ഒരു ഉദാഹരണത്തിന്, ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി നടത്തിയ അധികാരാരോഹണത്തെ ചൂണ്ടി ഇന്ത്യയിലും ലോകത്തും അതിസംഘടിതമായി വർഗീയ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഉദ്ഘാടന വേദിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണന് പതാക കൈമാറി. ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ TV ഗോവിന്ദൻ, KP വത്സലൻ, K കണ്ണൻ നായർ, M രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനത്തിനു ശേഷം 27-ന് നീലേശ്വരത്ത് സമാപിക്കും. BPL ലിസ്റ്റിലെ ക്രമക്കേട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വെങ്ങര റേഷൻ കടക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വെങ്ങരയിൽ നിന്നും പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ റേഷൻ കടയ്ക്ക് മുന്നിൽ എത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 375 ത്രിവേണി നന്മ സൂപ്പർ മാർക്കറ്റുകളാണ് അടച്ചുപൂട്ടപ്പെട്ടത്. 2500 തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ 3 മാസം 100 ദിവസം 100 ദിന പരിപാടി അവസാനിപ്പിച്ചത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുവിതരണ മേഖല ഒട്ടാകെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. PP കരുണാകരൻ, കക്കപ്രവൻ മോഹനൻ, പൊങ്കാരൻ കൃഷ്ണൻ, VV രാമചന്ദ്രൻ, M പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. റഷീദ് മുട്ടം, മടപ്പള്ളി മംഗള, സുധീഷ് വെള്ളച്ചാൽ, സുജന സുധീർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ 5 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കണ്ണൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ്. പയ്യന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ KV വാസുദേവന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ ഭായ് എന്ന പേരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. കരിവള്ളൂർ, വെള്ളൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 5 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കണ്ണൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡ്. അതിന്റെ പരിധിയിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുകയുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ റേഞ്ചിൻ്റെ പരിധിയിലുള്ള വെള്ളൂർ, കരിവള്ളൂർ എന്നീ സ്ഥലങ്ങളിലെ
അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 4 കിലോയിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. ബുധനാഴ്ച തുലാപ്പത്ത് ഇടവപ്പാതിയിൽ അരങ്ങൊഴിഞ്ഞ തെയ്യങ്ങൾ ഇനി കളിയാട്ടത്തറയിലേക്ക്. ക്ഷേത്രങ്ങളും കാവുകളും തറവാടുമുറ്റങ്ങളും ഇനി വെള്ളോട്ട് ചിലമ്പൊലിയാൽ സമ്പന്നമാകും. തുലാം 10-ന് 10-ാമുദയം പിറക്കുന്നതോടെ കാവുകളിലും തറവാടുകളിലും നാക്കിലയിൽ മലർ, അവിൽ മുതലായ ദ്രവ്യങ്ങൾ നിവേദിച്ച് സൂര്യോദയത്തിന് മുൻപേ തന്നെ ആ നല്ല ദിവസത്തെ ഭക്തർ എതിരേൽക്കും. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞ് 2ാം വിള കൃഷിക്കായുള്ള ഒരുക്കം നടത്തുന്നത് 10-ാമുദയത്തിനാണ്. ഇടവപ്പാതിയോടെ സത്യപ്രമാണങ്ങൾ ചൊല്ലി തോറ്റംപാടി അരങ്ങൊഴിഞ്ഞ തെയ്യങ്ങൾ വീണ്ടും ചിലമ്പിടുന്നതും ഈ ദിവസം തന്നെ. വരാന്നഹസ്തങ്ങളിൽ കനകപ്പൊടി നൽകി ഭക്തരുടെ പരിദേവനങ്ങൾക്ക് ആശ്വാസമേകാൻ ഇനി തെയ്യങ്ങൾ തട്ടകത്തിലെത്തുകയായി. ക്ഷേത്രങ്ങളും കാവുകളും തറവാടുമുറ്റങ്ങളും ഇനി കളിയാട്ടങ്ങൾക്ക് സാക്ഷിയാകും. വടക്കേ മലബാറിൽ ഇത്തവണ നിരവധി പെരുങ്കളിയാട്ട മഹോത്സവങ്ങൾ നടക്കുന്നുമുണ്ട്. പടിഞ്ഞാറ്റകത്തെ തൊട്ടിലാട്ടത്തിനും താലോലത്തിനും സന്തോഷത്തിനും ഉടുക്കുന്ന തുകലിനും കുടിക്കുന്ന കഞ്ഞിക്കും ബുദ്ധിമുട്ട് വരാതെ കാത്തുരക്ഷിക്കൊള്ളാം എൻ്റെ പൈതങ്ങളെ എന്ന് ഉറക്കെ മൊഴിച്ചൊല്ലി ഭക്തർക്ക് ആശ്വാസമേകാൻ തെയ്യങ്ങൾ തട്ടകത്തിലെത്തുമ്പോൾ ഗ്രാമങ്ങൾ ഇനി വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന ഉത്സവരാവുകളിൽ മതിമറക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ ഡിവൈഡർ നിർമ്മാണം ആരംഭിച്ചു. റോഡിലെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. പയ്യന്നൂർ സഹകരണ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നിർദ്ദിഷ്ട പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിലാണ് ഡിവൈഡർ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ടാർ വീപ്പുകൾ നിരത്തി ഡിവൈഡർ നിർമ്മിച്ചത് വാഹനാപകടങ്ങൾക്ക് വഴിവെക്കുന്നതിനെക്കുറിച്ച് നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. നിലവിൽ റെയിൽവേ സ്റ്റേഷൻ FCI ഗോഡൌണിലേക്കുള്ള ചരക്ക് ലോറികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണിത്. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഇത്തരം സർവീസുകൾക്ക് കടുത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. റോഡിലെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിനാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ മുടക്കി പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചത്. പക്ഷേ ഇത് ഉപയോഗിക്കാതെ റോഡിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന നടപടി തുടരുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭ ദ്രുതഗതിയിലുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്. 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നിർമ്മാണ പ്രവൃത്തി. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡിലെ അനധികൃത പാർക്കിങ്ങിന് പരിഹാരമാകുമെന്നും പാർക്കിംഗ് ഏരിയ കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അധികൃതർ. തുലാമാസവും പാതിയായി. മഴയില്ലാത്തൊരു മഴക്കാലം കൂടി കഴിഞ്ഞുപോകുന്നു. ചുട്ടുപൊള്ളുന്ന ഭൂമിയെ പോലെയാവുകയാണ് കർഷകരുടെ മനസ്സും. കരിവള്ളൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിലെ പുതിയ കാലാവസ്ഥ കർഷകരെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുകയാണ്. മഴക്കാലത്തെ മഴ ഗണ്യമായ തോതിലാണ് കുറഞ്ഞത്. ഇതിന് പുറമെയാണ് തുലാവർഷവും കേരളത്തിൽ നിന്ന് അകന്നുപോയത്. അടുത്ത ദിവസം 10-ാമുദയം വന്നണയുമ്പോൾ തുലാവർഷ മഴയില്ലാത്ത ഒരു നാടാവുകയാണ് നമ്മുടെ പ്രദേശം. ഇത് കർഷകരെ ഒട്ടൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത്. കടുത്ത വരൾച്ചയിലേക്കാണ് നാം നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന കൂടിയായി ഇതിനെ കാണാം. വറുതിയുടെ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന തിരിച്ചറിവ് കർഷക ജനതയെ വേട്ടയാടുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതേപടി തുടർന്നാൽ ആദ്യം ബാധിക്കുന്നത് നെൽകൃഷിയെ തന്നെയായിരിക്കും. നനവ് ലഭിക്കാതെ നെൽച്ചെടികൾ ഒന്നാകെ ഉണങ്ങിക്കരിയുന്നതും കാണേണ്ടതായി വരും. പിന്നാലെ ഏതാണ്ട് എല്ലാ വിളവുകളെയും ഇത് ബാധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അമിതമായ ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത്. തോടുകളിലെയും കിണറുകളിലെയും ജലം ഇപ്പോൾ തന്നെ വറ്റിത്തുടങ്ങിയിരിക്കുന്നു. നിർമ്മാണ മേഖലയിലും പാടങ്ങളിലും പണിയെടുക്കുന്നവർ അത്യുഷ്ണത്തെയാണ് നേരിടുന്നത്. മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പുതിയ കാലാവസ്ഥയിൽ നിന്ന് പാഠങ്ങളൊന്നും പഠിക്കാതെ നാം ഇപ്പോഴും മലകളരിഞ്ഞ് മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെൽവയലുകൾ നികത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് വിനോദസഞ്ചാര പദ്ധതിക്ക് സർക്കാർ അനുമതിയായി. DTPCക്കാണ് പാർക്കിന് നിർമ്മാണ ചുമതല. 75 ലക്ഷം രൂപയുടെ പ്രാഥമിക നടപടികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. 2016-17 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റിൽ ടൂറിസം വകുപ്പിന് നീക്കിവെച്ച ഫണ്ടിൽ നിന്നാണ് വിനോദസഞ്ചാര പദ്ധതിക്ക് തുക വകയിരുത്തിയിട്ടുള്ളത്. ടൂറിസം വകുപ്പ് ആദ്യഘട്ടമായി 75 ലക്ഷം രൂപ നീക്കിവെച്ചതായി TV രാജേഷ് MLA മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പുഴയോര പാർക്കിൽ പുഴയുടെ പുനരുദ്ധാരണം, കുട്ടികൾക്കുള്ള കളിസ്ഥലം, മറ്റ് വിനോദ കേന്ദ്രങ്ങൾ, കഫ്റ്റീരിയ, ഇരിപ്പിടം തുടങ്ങിയ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 വർഷത്തിനകം പദ്ധതിയുടെ പണി പൂർത്തീകരിക്കുമെന്നും MLA അറിയിച്ചു.
പയ്യന്നൂരിൽ അനധികൃത മണൽക്കടത്ത് ജില്ലാ കളക്ടർ ഇടപെട്ടു. നടപടി കടുപ്പിച്ച് വില്ലേജ് അധികൃതർ. കഴിഞ്ഞ ദിവസം കണ്ടോത്തു നിന്നും 2 ടിപ്പർ ലോറി അധികാരികൾ പിടികൂടി. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും അനധികൃത മണൽക്കടത്ത് വ്യാപകമാകുന്നു. മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് ടിപ്പറുകളിലെത്തിച്ച് പയ്യന്നൂരിലെ വയലുകളിൽ നിക്ഷേപിച്ച് നികത്തൽ വ്യാപകമാകുന്നതിനെ സംബന്ധിച്ച് പരാതികൾ ഏറിവരുന്ന സാഹചര്യത്തിലാണ് കലക്ടർ നേരിട്ട് വിഷയത്തിലിടപെട്ടത്. അനധികൃതമായി മണൽ കടത്തുന്ന ടിപ്പറുകളെ പിടികൂടി പിഴ ചുമത്താനാണ് കലക്ടർ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 2 ടിപ്പർ ലോറികൾ അധികൃതർ പിടികൂടി. നടപടി കർശനമാക്കിയിരിക്കുകയാണെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചു. പയ്യന്നൂർ വില്ലേജിൽ അനധികൃതമായ മണ്ണ് കടത്തലുമായി ബന്ധപ്പെട്ട് ഇന്നലെ 2 വാഹനങ്ങൾ പയ്യന്നൂർ പോലീസിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ ബന്ദോബസ്തിൽ വെച്ചിട്ടുള്ളത്. പയ്യന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും കണ്ടോത്തേക്ക് പോകുന്ന റോഡരികിൽ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കുറച്ച് ദിവസങ്ങളായി ആരംഭിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ വ്യാപകമായ രീതിയിൽ സമീപ പ്രദേശ വില്ലേജുകളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കൊണ്ടുവരികയും പയ്യന്നൂർ വില്ലേജിൻ്റെ പല താഴ്ന്ന ഭാഗങ്ങളിലും വിട്ടു നികത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് കളക്ടറോട് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ഇന്നലെ ഈ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ട് പോലീസ് മധ്യസ്ഥം വെച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ ഉൾപ്പെടെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ വില്ലേജ് ഓഫീസർ കെ ശശി, പയ്യന്നൂർ SI എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലോറികൾ പിടികൂടിയത്. ഏഴിലോട് ദേശീയപാതയിൽ വാഹനാപകടം. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ ടിപ്പറും ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കക്കര സ്വദേശി അജിത്തിനും യാത്രക്കാരൻ ശ്രീജിത്തിനും പരിക്കേറ്റു. ഇവരെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KL 59F 8128 ഓട്ടോറിക്ഷയും KL 13W 9929 നമ്പർ ടിപ്പറും തമ്മിലായിരുന്നു അപകടം. അമിത വേഗതയിലായിരുന്ന ടിപ്പർ ലോറിയുടെ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മുന്നോട്ട് നീങ്ങി നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തയ്യേനി അത്തിയടുക്കം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. 6ഓളം കുടുംബങ്ങളുടെ 10 ഏക്കറോളം കൃഷിയിടങ്ങൾ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ച നിലയിലാണ്. കൃഷിയെ രക്ഷപ്പെടുത്താൻ ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് കർഷകരിപ്പോൾ. കർണാടക വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. 6 കുടുംബങ്ങളുടെ 10 ഏക്കറോളം സ്ഥലം കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവയെല്ലാം കുത്തിമറിച്ച് തിന്നുകയാണ്. അമ്മിണി വിശ്വംഭരൻ, CK മാത്യു കടപ്പറയ്ക്കൽ, സഹോദരങ്ങളായ ജോസഫ്, ജ്യോതിക എന്നിവരുടെയും ലക്ഷ്മി, രാജപ്പൻ ചെട്ടാങ്കുന്നേൽ എന്നിവരുടെയും കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത്. കൃഷിയിടങ്ങൾക്ക് ചുറ്റും പ്ലാസ്റ്റിക് വേലി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് തകർത്താണ് കാട്ടുപന്നികൾ കൃഷി സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. കാട്ടുപന്നികളെ തുരത്താനായി പറമ്പിൽ വളർത്തുനായ്ക്കളെ കെട്ടിയിട്ടെങ്കിലും രക്ഷയില്ലെന്നാണ് കർഷകരുടെ പരാതി. ഇപ്പോൾ രാത്രി സമയങ്ങളിൽ തീയിടുകയാണ് പതിവ്. വന്യമൃഗങ്ങളെ കൊല്ലുന്നത് ക്രിമിനൽ കുറ്റമായതിനാലാണ് പലരും കാട്ടുപന്നികളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറക്കമളച്ച് കാവലിരിക്കുകയല്ലാതെ മറ്റു വഴി കർഷകർക്കില്ല. കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സ്മൃതി ഒക്ടോബർ 28-ന് ആണ്ടാംകോവിലിൽ നടക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ അവർകളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സ്മൃതി ഒക്ടോബർ 28-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആണ്ടാംകോവിലിൽ നടക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞിമംഗലം ഗ്രാമത്തിലെ മൺമറഞ്ഞുപോയ 37 സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കുന്നതാണ് പരിപാടി. ഇതിൽ സ്വാതന്ത്ര്യ സമര പോരാളികളും INA ഭടന്മാരും പെടും. ഇതിനായി ഇവരുടെ ജീവചരിത്ര കുറിപ്പുകളും മറ്റു വിവരങ്ങളും രേഖകളും ഫോട്ടോകളും ശേഖരിച്ചു. ഇവ ഉൾപ്പെടുത്തി സുവനീറും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഭാര്യമാരെ ചടങ്ങിൽ ആദരിക്കും. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചിത്രപ്രദർശനവും ഉണ്ടാകും. പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ 27-ന് വിളംബരജാഥ നടക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. TV വേണുഗോപാൽ, CP ജയരാജൻ, K വിജയൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. താവം പള്ളിക്കര റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിന്റെ ശോച്യാവസ്ഥയിൽ നടപടി എടുക്കാത്ത അധികാരിയുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ താവം പോസ്റ്റ് ഓഫീസ് പള്ളിക്കര റോഡ് തകർന്നിട്ട് മാസങ്ങളേറെയായെങ്കിലും യാതൊരു നടപടിയുമില്ല. കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണിപ്പോൾ.
റോഡിന്റെ ടാറിങ്ങിളകി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കരിങ്കൽ ചീളുകൾ തെറിച്ച അപകടങ്ങൾ സംഭവിക്കുന്നു. മഴക്കാലത്ത് റോഡ് പൂർണ്ണമായും ചെളിക്കുളമായിരുന്നു. ഇപ്പോൾ പൊടിശല്യം രൂക്ഷമാണ്. പള്ളിക്കര നിവാസികൾക്ക് താവം പഴയങ്ങാടി ഭാഗത്തേക്ക് പോകേണ്ട പ്രധാന റോഡ് കൂടിയാണിത്. റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച നിരവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ ഞാനിപ്പോൾ ലീവിന് വന്ന ആളാണ് ഗൾഫിൽ നിന്ന്. ഇന്ന് മുതൽ വണ്ടി എനിക്ക് തോന്നുന്നു 1 മാസമായിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ഇവിടെ. അങ്ങനെയാണ് വണ്ടി നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് പണിയെടുക്കൽ തന്നെയാണ് പണി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടിൻ്റെ ട്രാവലിംഗ് ഭയങ്കര പ്രശ്നമാണ്. തിരക്കിട്ട് പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പോകുന്നത്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഇത് സംരക്ഷണം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഗേറ്റ് അടച്ചതുകൊണ്ട് പിന്നെ ബസ്സും ചെറിയ ചെറിയ വാഹനങ്ങളും എല്ലാം ഇതിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമെന്ന്. റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന മറുപടിയാണ് അധികൃതർ പറയുന്നത്. എന്നാൽ പ്രവൃത്തി എന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ മിണ്ടാട്ടമില്ലത്രേ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി ഗ്രാമപഞ്ചായത്ത് കേരള വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ സ്ത്രീ ശാക്തീകരണ സെമിനാർ സംഘടിപ്പിച്ചു. കേരള വനിതാ കമ്മീഷൻ അംഗം നൂർബിന റഷീദ് ഉദ്ഘാടനം ചെയ്തു. സഹോദര തുല്യരാലാണ് ഇന്ന് പല രീതിയിലുള്ള പീഡനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പെൺമക്കളുള്ള അമ്മമാരൊക്കെ കണ്ണീർ വാർത്ത ഒന്നാണ് സൗമ്യ വധക്കേസ്. ആ സൗമ്യ കൊല ചെയ്യപ്പെട്ടത് എവിടെയാ? ഈ സംസ്കാര സമ്പന്നമായ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കൊച്ചു കേരളത്തിലാ. അങ്ങ് ചമ്പൽ കാടുകളിലോ ഉത്തരേന്ത്യൻ വനമേഖലകളിലോ അല്ല. ആ സൗമ്യ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? ഒറ്റക്കയ്യം ഭിക്ഷക്കാരനായ ഒരു ഗോവിന്ദ ചാമ്യാലാണ് സൗമ്യ അതിക്രൂരമായ പീഡനത്തിന്, ലൈംഗിക പീഡനത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടു. ആ സൗമ്യ സഞ്ചരിച്ചിരുന്ന ട്രെയിനിലെ സഹയാത്രികരിൽ ഒരാളെങ്കിലും ആ ട്രെയിനിന്റെ ചങ്ങല പിടിച്ചു വലിച്ചിരുന്നെങ്കിൽ സൗമ്യ കൊല ചെയ്യപ്പെടില്ല. എവിടെ പോയി നമ്മുടെ സിവിക് സെൻസ്, നമ്മുടെ പൗരബോധം? മലയാളിയുടെ പൗരബോധം നശിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമുക്കൊരു സിവിക് സെൻസ് വേണം. ഒരു പൗരബോധം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നടത്തണം. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഉമർ ഫാറൂഖ് SLP മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മൻസാരി തില്ലങ്കേരി, M പവിത്രൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഉത്തരമേഖല മലയൻ സമുദായോദ്ധരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഉത്തരമേഖല നാടൻപാട്ട് മത്സരം സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി മാണിയാട്ട് മുരളിപ്പണിക്കർക്കുള്ള ആദരവും നടന്നു. മാണിയാട്ടിൽ മുരളിപ്പണിക്കറെ പൊന്നാട അണിയിച്ചാദരിക്കുകയാണ്. യുവജന കലാസാംസ്കാരിക സംഘം പയ്യന്നൂർ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടി അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖല നാടൻപാട്ട് മത്സരം പയ്യന്നൂരിന്റെ ആരാധനായ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ. നാടൻപാട്ടുകളും നാടൻ കലാരൂപങ്ങളും അടിച്ചമർത്തപ്പെട്ടവരുടെ കഥയാണ്. പിന്നോക്കം നിൽക്കേണ്ടി വന്നവന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതികരണങ്ങളാണ് നാടൻ കലാരൂപങ്ങളായി മാറിയത്, നാടൻ പാട്ടുകളായി മാറി. തുടർന്ന് മുരളിപ്പണിക്കർ മാണിയാട്ടും സംഘവും നയിച്ച തായമ്പക അരങ്ങേറി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്കോളർഷിപ്പ് വിജയി നിവേദ് രാജിനെ അനുമോദിച്ചു. രാഷ്ട്രീയം മറന്ന് വോളിക്കായി ചീമേനി ഒന്നിക്കുന്നു. ഇന്റർ ക്ലബ്ബ് വോളി നടത്തിപ്പിനായി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് നേതാക്കൾ ചീമേനിയിൽ ഒന്നിച്ചു. ചീമേനി രക്തസാക്ഷി ക്ലബ്ബ് ഏറ്റെടുത്തു നടത്തുന്ന സംസ്ഥാന ഇന്റർ ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിന് കക്ഷി രാഷ്ട്രീയം മറന്ന് നേതാക്കളെത്തി. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഇടതു നേതാക്കൾക്ക് പുറമെ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ പങ്കെടുത്തു. പരിപാടി തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച സംഘാടനത്തോടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല അച്ചടക്കത്തോടുകൂടി
ഈ കളി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇത് ഏറ്റെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതാണ്. അനശ്വരരായ ചീമേനി രക്തസാക്ഷികളുടെ പ്രോജ്വല സ്മരണയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചീമേനി രക്തസാക്ഷി ക്ലബ്ബാണ് ആതിഥ്യമരുളുന്നത്. കായിക മേഖലയിൽ നടക്കുന്ന ഏതു കാര്യത്തിനു മുന്നിലും രാഷ്ട്രീയം വിഷയമല്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം രാജഗോപാലൻ MLA പറഞ്ഞു. കോൺഗ്രസ് നേതാവ് കെ ബാലൻ, BJP നേതാവ് PV രാമചന്ദ്രൻ നായർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വോളിബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാ വോളിബോൾ അസോസിയേഷനും ചീമേനി രക്തസാക്ഷി ക്ലബ്ബും ആതിഥ്യമരുളുന്ന ഇന്റർ ക്ലബ്ബ് വോളി ജനുവരി ആദ്യവാരത്തിൽ ചീമേനിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പടന്നയിൽ നിർത്തിയിട്ട ആപ്പെ ഓട്ടോറിക്ഷ തീവെച്ച് നശിപ്പിച്ചു. ഒരുമുക്കിലെ കെ മുഹമ്മദ് റബീഹിന്റേതാണ് ഓട്ടോറിക്ഷ. ചൊവ്വാഴ്ച പുലർച്ചെ 12:15 സംഭവം. ഓട്ടം കഴിഞ്ഞ് നിർത്തിയിട്ടതായിരുന്നു പടന്ന ഓരിമുക്കിലെ കെ മുഹമ്മദ് റബീഹിന്റെ KL 60 B 4280 ആപ്പെ ഓട്ടോറിക്ഷ. റിക്ഷ കത്തുന്നത് കണ്ട് അടുത്തുള്ള ക്വാർട്ടേഴ്സിലുള്ളവരും നാട്ടുകാരും വിവരം പോലീസിലും തൃക്കരിപ്പൂർ അഗ്നിശമന രക്ഷാസേനാംഗങ്ങളെയും അറിയിക്കുകയായിരുന്നു. ഇവരെത്തി തീയണച്ചെങ്കിലും ഓട്ടോ ഏതാണ്ട് പൂർണ്ണമായും കത്തിയിരുന്നു. ചന്ദേര പോലീസ് റിക്ഷ ചന്ദേര സ്റ്റേഷനിലേക്ക് മാറ്റി. റബീഹിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച ഷീ ടോയ്ലറ്റ് വ്യാഴാഴ്ച തുറന്നുകൊടുക്കും. സംസ്ഥാനത്തെ 10ഓളം റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഷീ ടാക്സി ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 10 റെയിൽവേ സ്റ്റേഷനുകളിൽ വ്യാഴാഴ്ച മുതൽ ഷീ ടോയ്ലറ്റ് പ്രവർത്തനം ആരംഭിക്കും. നാപ്കിൻ എടുക്കാനും കത്തിച്ചു കളയാനുമുള്ള സൗകര്യത്തോടെയും സ്ത്രീകൾക്ക് മാത്രമാണ് ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ് ഈ സംരംഭം ഒരുക്കിയിരിക്കുന്നത്. ടോയ്ലറ്റിൽ സജ്ജമാക്കിയ വൈൻഡിംഗ് യന്ത്രത്തിൽ 5 രൂപ നാണയം ഇട്ടാൽ നാപ്കിൻ ലഭ്യമാകും. ഉള്ളിൽ ആളുണ്ടോ എന്നറിയാൻ ലൈറ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചപ്രകാശമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ചുവപ്പാണെങ്കിൽ ആളുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. 6 ലക്ഷം രൂപയാണ് ടോയ്ലറ്റിന്റെ ചെലവ്. ഇറോം സയന്റിഫിക് സൊല്യൂഷനാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മാടായിക്കാവിൽ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒക്ടോബർ 27 മുതൽ 10 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. മാടായി തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ അഴിക്കൂടിന്റെ പണി നടക്കുന്നതിനാൽ 2016 ഒക്ടോബർ 27 മുതൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നതും തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണിക്ക് നടയടക്കുന്നതും വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതുമാണ്. മുഴുവൻ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന ക്ഷേത്രം മാനേജർ നാരായണപ്പിടാരർ അറിയിച്ചു. മാടായിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ അഴിക്കൂട്ടിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ലാവം 11-ാം തീയതി 27/10/2016 വ്യാഴാഴ്ച മുതൽ രാവിലെ 9 മണിക്ക് നട അടക്കുന്നതും വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നു. അത് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നട അടക്കുന്നതായിരിക്കും. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിൽ നട അടക്കുന്നതായിരിക്കും. ഏകദേശം 10 ദിവസത്തെ പണിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആ ദിവസങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവുമെന്ന് ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ക്ഷീരവികസന വകുപ്പ് 2016-17 വർഷത്തെ വിജ്ഞാന വ്യാപന പരിപാടിയുടെ ഭാഗമായി തുമ്പോട്ടയിൽ വെച്ച് ക്ഷീരസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പ് തളിപ്പറമ്പ് യൂണിറ്റ്, കടന്നപ്പള്ളി തെക്കേക്കര ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തുമ്പോട്ട ഓഫീസിൽ വെച്ച് നടന്ന ക്ഷീരകർഷക സമ്പർക്ക പരിപാടി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന നടപ്പു വർഷത്തിലാണ് നാം ഇപ്പോൾ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13ാം ധനകാര്യ കമ്മീഷനും ആസൂത്രണങ്ങളും ക്ഷീരവികസന വകുപ്പ് 2016-17 വർഷത്തെ വിജ്ഞാന വ്യാപന പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരിക്കൻ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. PT ദാമോദരൻ സ്വാഗതം ആശംസിച്ചു. VT സുധാകരൻ, മല്ലപ്പള്ളി നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ഷീരമേഖലയിലെ ആധുനികവൽക്കരണം, ക്ഷീരവികസന വകുപ്പ് പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. അൽഫോൺസ് ജോസഫ്, K സുവർണൻ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. KSSPA കരിവള്ളൂർ മണ്ഡലം വാർഷിക സമ്മേളനം കരിവള്ളൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു.
KSSPA സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘടനാ കരിവള്ളൂർ മണ്ഡലം സമ്മേളനം കരിവള്ളൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ നേട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കൊലക്കളമാക്കി എന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ നേട്ടം. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അവരുടെ മന്ത്രിമാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളെയൊക്കെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ K അധ്യക്ഷത വഹിച്ചു. ചന്ദ്രശേഖരൻ PP സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ വെച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രാജൻ കരിവള്ളൂർ, സംസ്ഥാന ഫോട്ടോഗ്രാഫിയിൽ അവാർഡ് നേടിയ രാകേഷ് പുത്തൂർ എന്നിവരെ അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞിരാമൻ അനുമോദന പ്രസംഗം നടത്തി. അപ്യാൽ രാമചന്ദ്രൻ, V ശിവകുമാർ, K വിജയൻ മാസ്റ്റർ, K ദേവി, K ഗോവിന്ദൻ നമ്പി, V രുക്മിണി ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി KV ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സംഘടനാ ചർച്ചയും റിപ്പോർട്ട് അവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ലോക പോളിയോ ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ റോട്ടറി പോളിയോ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കാസർഗോഡ് DMO ഡോക്ടർ ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പോളിയോ നിർമ്മാർജ്ജന ജാഥയിൽ എല്ലാവരും അണിചേരുക എന്ന പ്ലക്കാർഡുമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റും സെന്റ് പോൾസ് സ്കൂളിലെ കുട്ടികളുടെയും സഹകരണത്തിൽ നടത്തിയ റാലിയിൽ ഡോക്ടർ K സുധാകരൻ, ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, റോട്ടറി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, സെക്രട്ടറി ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റി വന്ന വിളംബര ജാഥ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ ഡോക്ടർ K സുധാകരൻ ക്ലാസ് എടുത്തു. ഭാരതം പോളിയോ മുക്ത രാജ്യമായി 2012 പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇത് നമുക്കൊരു ഭീഷണിയായി തുടരുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഡോക്ടർ സുധാകരൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം 67 ആയിരുന്നു, ഈ വർഷം ഇതുവരെ 14. ഈ 14 എണ്ണം തന്നെ ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നൈജീരിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ വൻകരയിലെ ഒരു രാജ്യവുമാണ്. ഈ നൈജീരിയയിൽ ഇപ്രാവശ്യം പോളിയോ ഉണ്ടായതാണ് ശാസ്ത്രജ്ഞന്മാരെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചത്. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നൈജീരിയയിൽ പോളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യയിൽ പോളിയോ ഇല്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ലയിലെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട LPU സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായികമേള നടത്തി. മാതമലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചായിരുന്നു കായികമേള നടന്നത്. പയ്യന്നൂർ ഉപജില്ലയിലെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട LP സ്കൂൾ വിദ്യാർത്ഥികളുടെ കായികമേള മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ കായികമേള ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. CPK ശ്രീധർ സ്വാഗതം ആശംസിച്ചു. K സുധാമണി, NB ഭാർഗവൻ, P രാമദാസൻ, ശിവൻ PN, ജയശ്രീ AK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ സമ്മാനദാനം നിർവഹിച്ചു. 9ഓളം സ്കൂളുകളിൽ നിന്നായി 200ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദീർഘനാളത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. കൊമേഴ്ഷ്യൽ ക്ലർക്ക് സുഗത ശിവരാമനും സീനിയർ പോയിന്റേഴ്സ്മാൻ T ഗോവിന്ദനുമാണ് ജീവനക്കാർ യാത്രയയപ്പ് നൽകിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചീഫ് കൊമേഴ്സ്യൽ സൂപ്രണ്ട് സുഗത ശിവരാമനും സീനിയർ പോയിന്റ്സ്മാനായ T ഗോവിന്ദനും ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. സ്റ്റേഷൻ മാസ്റ്റർ പ്രതാപ് രാജ് അധ്യക്ഷനായി. കൊമേഴ്സ്യൽ സൂപ്പർവൈസർ K കൃഷ്ണൻ പഴയങ്ങാടി ഉപഹാരം നൽകി. സ്റ്റേഷൻ സൂപ്രണ്ട് പോൾ തുളുവത്ത്, സ്റ്റേഷൻ മാസ്റ്റർ രമേശൻ, ബിനീഷ് സോമൻ, വിനോദ് എന്നിവർ പ്രസംഗിച്ചു. കണ്ണൂർ ജില്ലാ എംപ്ലോയ്സ്മെന്റ് എക്സ്ചേഞ്ച് മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ എംപ്ലോയ്സ്മെന്റ് ഓഫീസർ KV രമേശൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആദ്യം തന്നെ കണ്ടത് നിങ്ങളെല്ലാവരും സയൻസ് ബാച്ചിലെ കുട്ടികളാണ്. സയൻസ് ബാച്ചിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ആ സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് മുന്നോട്ട് വന്ന കുട്ടികളാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ നിലയിൽ കണ്ടുവരുന്നത്. നമ്മൾ മുന്നോട്ട് വരേണ്ട കുട്ടികളാണ്.
മുന്നോട്ട് വരേണ്ട കുട്ടികൾ നിങ്ങൾ പിറകോട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ ഇതിൻ്റെ മുന്നിൽ ഒരു വരി കസേരകൾ അങ്ങനെ മാറ്റി ഒഴിച്ചിട്ടിരിക്കുന്നത് നമുക്ക് ഭയമാണ് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു ക്ലാസ് മുറിയിൽ 100 ആളെ കയറ്റിവിടാൻ 100 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന 100 കസേരകളുള്ള ഒരു ക്ലാസ് മുറിയിൽ 90 വിദേശികളെ കടത്തിവിട്ടാൽ നമ്മൾ കാണാൻ വേണ്ടി പറ്റും. അവരാദ്യം തന്നെ വന്ന് മുന്നിൽ നിന്ന് പുറകോട്ടായി അവസാനത്തെ 10 വരിയായിരിക്കും ഒഴിച്ചിട്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും പ്രത്യേകിച്ച് ഈ മാടായി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയാലും മുമ്പിലത്തെ ഒരു വരി അങ്ങ് ഒഴിച്ചു വിടുക അല്ലേ? എങ്ങനെയൊക്കെ ചെയ്യുക? അപ്പം അത് മാറണം. നമ്മൾ മുന്നോട്ട് വരേണ്ട കുട്ടികളാണ്. വിവിധ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും അറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. EC വിനോദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സതീഷ്, സജിത് കുമാർ, TV വിനോദ്, PO മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള പാചകകലാസംഘം പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ ഉദ്ഘാടനം ചെയ്തു. കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ, ഏതൊക്കെ കാര്യങ്ങൾ നിയമപരമായിട്ട് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ നിയമം അനുശാസിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോലുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ നമ്മുടെ ശത്രുക്കളാണ്. ചില ആളുകളൊക്കെ അങ്ങനെ കാണുന്നവർ അവരുമായി സഹകരിച്ചുകൊണ്ട് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ PK ഏലിയാമൻ നിർവഹിച്ചു. പാചക കലാസംഘം രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ മുഖ്യപ്രഭാഷണം നടത്തി. KU ദാമോദര പൊതുവാൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രവി പറമ്പത്ത്, EK പൊതുവാൾ, AP രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂരിലെ INL നേതാവ് VN അബ്ദുറഹ്മാൻ സാഹിബ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ഖദർ ജുമാ മസ്ജിദിൽ നടക്കും. ഇളമ്പച്ചി തെക്കുംപാട്ടെ MT ഗിരീഷ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. റേഷൻ കാർഡിൽ വ്യാപക അപാകതകൾ, ജനം നെട്ടോട്ടമോടുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ദാരിദ്ര്യക്ക് താഴെ മുഴുവൻ ജനങ്ങൾ പുറത്തും, ദാരിദ്ര്യക്ക് മേലെ ഉള്ളവരെല്ലാം ഇപ്പോൾ അകത്തുമായ ഒരു സ്ഥിതിയാണ് ഈ റേഷൻ ഇപ്പം വന്ന പുതിയ ലിസ്റ്റ്. ആ ലിസ്റ്റ് ഗവൺമെൻറ് പുനഃപരിശോധിക്കണം എന്നാണ് അഭിപ്രായം. എന്ന കാരണത്തിൽ ഏറ്റവും അശാസ്ത്രീയമായ ഒരു ലിസ്റ്റാണ് ഇപ്പം ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ലിസ്റ്റ് ഒന്നിക്കൽ മരവിപ്പിക്കുക, എന്നിട്ട് 2019 ആ ലിസ്റ്റ് തന്നെ കേന്ദ്രത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അഭിപ്രായം. നിലവിൽ റേഷൻ കാർഡിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങൾ കഴിഞ്ഞ 3-4 ദിവസമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങി വളരെ കൃത്യമല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ വേണ്ടി പറയുകയും അത് സിവിൽ സപ്ലൈ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ കൃത്യമായൊരു ധാരണയില്ലാതെ ആളുകൾ നെട്ടോട്ടം ഓടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കെട്ടിയ മാളിക കെട്ടിയ ആളുകൾക്കൊക്കെ റേഷൻ റേഷൻ ലിസ്റ്റിൽ വരികയും സാധാരണ നിത്യം അതാത് ദിവസം അധ്വാനിച്ചിട്ട് ജീവിക്കുന്നവർക്ക് റേഷൻ ഈ പട്ടികയിൽ വരാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇത് വളരെ സമഗ്രമായി പരിശോധിച്ചിട്ട് ആർക്കൊക്കെ അർഹർ ഒക്കെ ലിസ്റ്റിൽ പെടുകയും അർഹരല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ്. അർഹതയുള്ളവരെ അതേപോലെ നിലനിർത്തുന്ന സമ്പ്രദായമാണ് മുമ്പൊക്കെ കണ്ടുവരുന്നത്. ഇപ്പോഴാകട്ടെ റേഷൻ കാർഡ് ഒരുപാട് വൈകി പുതിയ കാർഡ് കൊടുക്കുവാൻ വേണ്ടി, എന്നിട്ടും അക്ഷയ വഴി പാവപ്പെട്ട ജനങ്ങളെ ഒരുപാട് ദ്രോഹിച്ചു. കാർഡിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ഒരുപാട് തവണ നോക്കിയിട്ടും വീണ്ടും ഇപ്പോൾ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും റേഷൻ ഷോപ്പിലൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ
നിലവിൽ കാണുന്നത്. നമുക്കറിയില്ല, നമുക്ക് ഒരു ഉൾപ്പേര് അരിയാന്ന് പറഞ്ഞു പൈസ കൊടുക്കുന്നില്ല. നമുക്ക് നമ്മുടെ പേരിലില്ല, നമ്മെ ആദ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേരുണ്ടായിട്ടില്ല, നമ്മൾ ആദ്യം കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ആർക്കറിയാം, ഞാൻ നാളെ എഴുതി കൊടുത്തില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഒരു തെറ്റായ നടപടിയാണ് ഇന്ന് ഈ കണ്ടുവരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള ഈ BPL ലിസ്റ്റ്. ഇതിൽ അനർഹരായിട്ടുള്ള കുറേ ആളുകൾ ഈ BPL ലിസ്റ്റിൽ കയറിക്കൊള്ളുകയും അർഹതപ്പെട്ട സാധാരണക്കാരെ ആളുകൾ BPL ലിസ്റ്റ് പുറത്താവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഈ ലിസ്റ്റിൽ കാണുന്നത്. ഇത് ദാരിദ്ര്യരേഖ താഴെയുണ്ടോ മുകളിലുള്ള ഒരാൾക്ക് മനസ്സിലാകുന്നില്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നൂറുകണക്കിന് ആൾക്കാരുടെ കീഴിൽ നിൽക്കുകയും എല്ലാവരും APL BPL എന്നുള്ള ഒരു APL BPL എന്നുള്ള ഒരു നിഷ്പക്ഷമായ ഒരു രീതിയിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി BO ഒരാൾക്ക് ഒപ്പിട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സമയത്താണ് ഇവർ കുറച്ച് ആൾക്കാർക്ക് ഒഴിവാക്കാൻ പറ്റി. ഇപ്പം BO ഇവിടുന്ന് ഇറങ്ങിപ്പോയി. നൂറുകണക്കിന് ആൾക്കാർ കീഴിൽ നിൽക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡിയുടെ ഗവൺമെൻറ് ഈ കേരളത്തിലെ ഈ സമ്പ്രദായം അപ്പാടെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു മുഴുവൻ ജനങ്ങളെയും ഒരു രേഖ വരച്ചുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങൾക്ക് എന്തൊക്കെയാണോ നൽകേണ്ടത്, ഏറ്റവും അടിസ്ഥാനമായി നൽകേണ്ട ഭക്ഷണം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. റേഷൻ കാർഡ് തിരുത്തലുകളിന് വേണ്ടിയിട്ട് കൊടുത്ത ആ തിരുത്തൽ പോലെയല്ല ഇപ്പോൾ വേണ്ടി തിരുത്തി വന്നത്. BPL APL അങ്ങനെ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾ ഫോമൊക്കെ പോയി കൊടുത്തത്. അതൊന്നും വെറും ശൂന്യമായി പോയി. ഇപ്പോൾ വില്ലേജ് കരമടിച്ച കടലാസ് യഥാർത്ഥ രീതി വാങ്ങുവാണെങ്കിൽ BPLന്റെ യഥാർത്ഥ രൂപം കിട്ടും. ഈ 2 ഏക്കറും 4 ഏക്കറുകാരനും ഈ പെലിപ്പെടാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഈ അടുത്തടുത്തുള്ളവർ പറയുന്നതോ അല്ലെങ്കിൽ ഇറങ്ങി വന്ന് പുറമേ പറയുന്ന ഒരു രീതി മാത്രമാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ട് തന്നെ എല്ലാ അപേക്ഷയിലൊപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് സംഭവിച്ചു എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണ് തെറ്റെന്നാണ് നമ്മുടെ വിശ്വാസം. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയിട്ട് ഓരോരാൾ വീട്ടിൽ പോയിട്ട് അത് ശരിയാക്കി കൊടുക്കേണ്ട സംവിധാനം ഏർപ്പെടുത്തണം. അത് നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ സർക്കാർ പറഞ്ഞാൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരു സർക്കാരാണ്. അതുകൊണ്ട് അവർ വേണ്ട വിധത്തിൽ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDS പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. തെക്കേത്തലക്കൽ കഴകത്തുവളപ്പിൽ കായത്തുവളപ്പിൽ തറവാട് 10ാമതെയും കളിയാട്ട മഹോത്സവം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടക്കും. അറിയിപ്പുകൾ. കരിവെള്ളൂർ ഫാർമേഴ്സ് ക്ലബിന്റെയും CPFന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നവംബർ 12, 13 തീയതികളിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു. അനുബന്ധ പരിപാടിയായി നവംബർ 5 വൈകിട്ട് 4 മണിക്ക് കരിവെള്ളൂർ ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് കർഷകർക്കായി പഞ്ചായത്ത് തലത്തിൽ കാർഷിക പ്രശ്നോത്തരി സംഘടിപ്പിക്കും. വിശദവിവരങ്ങൾക്ക് 9496297617 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. യുവകലാസാഹിതി പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ 33ാമത് വയലാർ അനുസ്മരണം ഒക്ടോബർ 29 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. ഏഴിലോട് ചെട്ടിക്കാട് ശ്രീ കക്കര ഭഗവതി ക്ഷേത്രം 10ാമതേയും അടിയന്തരം ഒക്ടോബർ 26 നടക്കും. രാത്രി 8 മണിക്ക് പുത്തിരി അടിയന്തരം, വടക്കേമ്പാകം എന്നിവയും ഉണ്ടായിരിക്കും. കുണിയൻ പുഴക്കര ശ്രീ പെരുമുടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒറ്റത്തിറ ഒക്ടോബർ 26 ബുധനാഴ്ച നടക്കും. ഏഴും കുറുവാട്ട് ശ്രീ പള്ളിമംഗലം വേണിച്ചേരി പാലങ്ങാടൻ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം 10ാമതേയും അടിയന്തരവും കളിയാട്ട മഹോത്സവവും ഒക്ടോബർ 26, 27 തീയതികളിൽ നടക്കും. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള നാട്ടെഴുന്നള്ളത്ത് തുലാം 10 ഉദയാസ്തമന പൂജയോടെ ആരംഭിക്കും. തുലാം 10 വാരണക്കോട്ടിലത്തു നിന്നും ആരംഭിക്കുന്ന നാട്ടെഴുന്നള്ളത്ത് തുലാം 18 ക്ഷേത്ര പരിസരത്ത് സമാപിക്കും. കോറോത്ത് കൊടക്കൽ തറവാട് മാളികപ്പടിപ്പുരയിൽ തൊണ്ടച്ചൻ ദൈവം തെയ്യംകെട്ട് മഹോത്സവം ഒക്ടോബർ 27, 28 തീയതികളിൽ നടക്കും. കുഞ്ഞിമംഗലം കുപ്പാടക്കത്ത് നാഗം സംരക്ഷണ സമിതി മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും യോഗം ഒക്ടോബർ 26 ബുധനാഴ്ച രാവിലെ 12 മണിക്ക് നാഗപരിസരത്ത് വെച്ച് നടക്കും. കുഞ്ഞിമംഗലം വടക്കുംപാട് കുപ്പാടക്കത്ത് വീരഞ്ചിറ ഭഗവതി ക്ഷേത്രം 10ാമതേയും അടിയന്തരം ഒക്ടോബർ 26 ബുധനാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPM-ന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കം. പയ്യന്നൂരിൽ വീണ്ടും പുകയില ഉൽപ്പന്നവേട്ട. റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ 5 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സഞ്ചാരികളെ കാത്ത് വണ്ണാത്തിക്കടവ്. 75 ലക്ഷം രൂപയുടെ ആദ്യഘട്ട നിർമ്മാണ പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി. തയ്യേനി അത്തിയടുക്കും പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കൃഷിയെ രക്ഷപ്പെടുത്താൻ ഉറക്കമിളിച്ച് കാത്തിരിക്കേണ്ട ഗതികേടിൽ കർഷകർ. പയ്യന്നൂരിൽ മണൽക്കടത്ത് വ്യാപകമാകുന്നു. നടപടി കടുപ്പിച്ച് വില്ലേജ് അധികൃതർ. അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 2 ടിപ്പറുകൾ സംഘം പിടികൂടി. കേരള വനിതാ കമ്മീഷന്റെ സഹകരണത്തോടെ മാടായി പഞ്ചായത്തിൽ സ്ത്രീ ശാക്തീകരണ സെമിനാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.